പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഫോളോ ചെയ്യുകയാണെങ്കിൽ ജനോപകാരപ്രദമായ ഇനിയും വീഡിയോകൾ ഞാൻ ഇടുവാൻ അതെനിക്കൊരു പ്രചോദനമാകും. ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പറ്റി ചില വിവരങ്ങൾ അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ്. എന്തെല്ലാം അതിൻ്റെ ചരിത്രങ്ങളെന്ന് അറിയിക്കുവാൻ വേണ്ടി, വേറെ ജനങ്ങളെ ഭീതിപ്പെടുത്തുവാനോ അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം സത്യമേത് മിഥ്യേതെന്ന് മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ധാരണ, ചെറിയൊരു ധാരണ എന്നെക്കൊണ്ട് കഴിഞ്ഞ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുത്തതാണ് ഈ കാണുന്ന ചിത്രം. ഇത് നേരിട്ടെടുത്താൽ എനിക്ക് അത് കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വരും. ഞാൻ ഇത് വരച്ചെടുത്തതാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ കരാർ ഉണ്ടാക്കിയത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ ഇതെല്ലാം ദയവേദിട്ട് ഒന്ന് നോട്ട് ചെയ്യുകയോ എല്ലാം ചെയ്താൽ ഭാവിയിലൊരു ചരിത്രപരമായ പഠനമുള്ളവർക്ക് ഉപകാരമായിരിക്കും. അധികം എഫേർട്ട് കൂടാതെ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ PSC പോലെയുള്ള പരീക്ഷകൾക്കെല്ലാം തയ്യാറെടുക്കുന്നവർക്കും ഇതൊക്കെ ഒരു ഇതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. മുല്ലപ്പെരിയാർ കരാർ, പാട്ടക്കരാർ എന്നാണ് പറയുന്നത്, ഉണ്ടായത് 1886 ഒക്ടോബർ 29 ബിറ്റ്വീൻ മദ്രാസ് റെസിഡൻസി ആൻഡ് പ്രിൻസ് ഓഫ് ട്രാവൻകൂർ. അതായത് പണ്ട് മദ്രാസാണ്, ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ മദ്രാസാണ്. ബ്രിട്ടീഷുകാരുടെ ആനുകൂല്യം പറ്റിയിട്ടാണ് ഇപ്പോൾ തമിഴ്നാട് വെള്ളം കൊണ്ടുവന്നത്. അപ്പോൾ അവർക്കത് അന്ന് മദ്രാസായിരുന്നത് ഇപ്പോൾ അവർ തമിഴ്നാടാക്കി. അപ്പോൾ അവിടെ തന്നെ ഒരു ഇരട്ടത്താപ്പ് കാണാം. ഈ ഡാം പണിത പെൻകിക്ക്, അങ്ങനെ പറഞ്ഞ ഒരു പെൻകിക്ക്, അങ്ങനെ എന്താ പേരുള്ള ഒരു വെള്ളക്കാരനാണ്. ആ വെള്ളക്കാരൻ്റെ ഫോട്ടോ ആണ് എല്ലാ കൃഷിക്കാരുടെയും അവിടെ കൃഷി ചെയ്യുന്നവരുടെ വീട്ടിലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് അവർ ഈ എൻജിനീയറെ കാണുന്നത്. അപ്പോൾ എൻജിനീയർ അത് എല്ലാം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഏകദേശം ഒന്ന് ഞാൻ ഗൂഗിൾ പരിധി എടുത്തതാണ്. ഈ കാണുന്നതാണ് ഏകദേശം അതിൻ്റെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇതിൽ എല്ലാവരും പറയുന്നത് പോലെ ഇത് ഒരു പിറമിഡ് ആകൃതിയിലൊന്നല്ല കാണുന്നത്. ഇതാണ് ഡാം, ശരിയായ ഡാം ഇതാണ്. ഇത് കുറച്ച് ഇത് കണ്ട, ഇത് ഇത്രയേ ഉള്ളൂ ഡാം. ഈ കാണുന്നതാണ് ഡാമിൻ്റെ ഏകദേശം. ഈ ഭാഗം ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ടാണ് കാണും, കുത്തനെ. അപ്പോൾ ഡാമിൻ്റെ ഉയരം എന്ന് പറയുന്നത് 53 ഞാനിത് ഇവിടെ മാർക്ക് ചെയ്തതാണ്, 53.6 മീറ്ററാണ്. അതായത് 176 അടിയാണ് ഇതിൻ്റെ ഉയരം. അപ്പോൾ ഇതിൻ്റെ നടുക്കേ കൂടെ ഒരു കമ്പി പോലെ വരച്ചിട്ട് കാണാം. അത് ഇപ്പോൾ കേബിൾ ആങ്കറിംഗ് എന്ന് പറഞ്ഞിട്ട് അത് അതിനെ ബലപ്പെടുത്തിയതാണ്. പിന്നെ ഇവിടെ കാണുന്ന RCC ബാക്കിംഗ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ തമിഴ്നാട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്ന റിപ്പയറിങ്. അപ്പോൾ എല്ലാവരും പറയുന്നു, ഇത് ഗൂഗിൾ അടക്കം പറയുന്നു, ഗൂഗിൾ കൊടുക്കുന്ന ആരാണെന്ന് അറിയില്ല, പലവരും പഠിച്ച എൻജിനീയേഴ്സോ എല്ലാം ആയിരിക്കും ഗൂഗിളിൽ ഇതെല്ലാം ഇടുന്നുണ്ടാവുക. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഗൂഗിളെല്ലാം നേരിട്ട് വെള്ളക്കാരിടുന്നതാണെന്നാണ്. പക്ഷേ എല്ലാം എനിക്ക് മനസ്സിലായത്. അപ്പോൾ മേലെ കണ്ട ഒരു RCC ക്യാപ്പിംഗ്, അത് ആ ക്യാപ്പിംഗാണ് ഇപ്പോൾ ഇതിന് ഗ്രാവിറ്റി ഡാം ആണെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അതുകൂടെ ഒരു കമ്പി കൊണ്ട് കുത്തി ഇറക്കിയ പോലെ കേബിൾ ആങ്കറിങ്, ഒരു കമ്പിയോ 10 കമ്പിയോ അതൊന്നും അറിയില്ല, ഒന്നും എനിക്കറിയില്ല. ഇത് പഴയ ഡാം കണ്ട, ഓൾഡ് ഡാം എന്ന് പറഞ്ഞാൽ അതാണ് കാണുന്നതാണ് ഓൾഡ് ഡാം. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ മാപ്പ് പോലെ കാണുന്നതാണ്. പിന്നെ അതിൻ്റെ RCC ബാക്കിംഗ്, അതിൽ RCCയിൽ എന്തെല്ലാം ചെയ്തത് ഏതെല്ലാം ചെയ്തതൊന്നും നമ്മൾ കേരളക്കാർക്ക് അങ്ങോട്ട് പ്രവേശനമേ ഇല്ല. ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ വെള്ളത്തിൽ
നമ്മുടെ നാട്ടിലെ വെള്ളം വേണം, നമ്മുടെ നാട്ടിലെ സ്ഥലവും വേണം. പക്ഷേ ഇത് തമ്മിലടിപ്പിക്കാൻ പറയുന്നതല്ല, വസ്തുത പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിർമ്മാണം തുടങ്ങിയത് 1887 ഡാമിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. അത് തുറന്നു കൊടുത്ത തീയതി അതായത് ഒക്ടോബർ 10/10/1895. ഇപ്പോൾ റിസർവോയറിൻ്റെ സാധാരണ ലെവല്, റിസർവോയർ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം അണക്കെട്ടിൻ്റെ 152 അടിയാണ്. അണക്കെട്ടിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 1200 അടിയാണ്. തുരങ്കം വഴി തമിഴ്നാട്ടിലെ വൈഗാ നദിയിലെത്തിച്ച് 68,558 ഹെക്ടർ സ്ഥലത്തെ ജലസേചനത്തിനായിട്ടാണ് ഈ ഡാം പണിതിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കോടതി വിധിയും മറ്റും പ്രകാരം അനുവദനീയമായ ജലനിരപ്പ് 142 ഫീറ്റാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഈ ഡാമിൻ്റെ ഉയരം 881 മീറ്ററാണ്, അതായത് 2890 അടിയാണ്. ഇനി തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ ഉറപ്പിച്ചിരിക്കുന്നത് തറനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണെന്ന് നോക്കാം. അതായത് 53.6 മീറ്റർ, അതായത് 176 അടി ഉയരത്തിൽ നിന്നാണ്. തറനിരപ്പിൽ നിന്ന് 176 അടി ഉയരത്തിലാണ്, അതായത് ജലത്തിനടിയിൽ ഈ പെൻസ്റ്റോക്ക് പൈപ്പുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ അക്കോർഡിംഗ് ടു റിപ്പോർട്ട്സ്, ഇതിപ്പം ചോദിച്ചിരിക്കുന്നത് ഇൻ കേസ് എനി ഡിസാസ്റ്റർ ഹാപ്പൻസ് which places will be affected. According to reports, അവർ പറഞ്ഞു, according to reports, ഇടുക്കി ഡിസ്ട്രിക്ട്, കോട്ടയം, ആലപ്പുഴ ആൻഡ് എറണാകുളം ഇൻ കേരള. ബിസൈഡ്സ് ദിസ്, ഇതുകൂടാതെ, കേരളത്തിലെ കൂടാതെ തമിഴ്നാട്ടിലെ ജില്ലകളായ തേനി, ഡിണ്ടിഗൽ, മധുരൈ, പിന്നെ ശിവഗംഗ വിൽ ബി ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ, സംഭവിക്കുമോ ഇല്ലയോ എന്ന് ദൈവം തമ്പുരാന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. ജനങ്ങളുടെ ജീവനാണ് ഏറ്റവും പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദി സീസ്മിക് സോൺ ഓഫ് മുല്ലപ്പെരിയാർ ഡാം? അത് KS മനോജ് എന്ന ഒരു ആളെ എഴുതിയിട്ടുള്ളതാണ്. വെള്ളം 110 അടിയിൽ താഴ്ന്നപ്പോൾ ഡാമിൽ വിള്ളലുകൾ കണ്ടെത്തി. ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് സീസ്മിക് സോൺ 3-ലാണെന്നാണ് അവർ പറയുന്നത്, ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇത്രയുമാണ് ഈ ഡാമിനെ പറ്റി എനിക്ക് കിട്ടിയ ചെറിയ അറിവ്. അത് ഞാൻ കിട്ടിയതല്ല, ഞാൻ ശേഖരിച്ചതാണ്. ഗൂഗിളിൽ കണ്ണിൻ്റെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞുകൊണ്ട് അത്രയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് ഞാൻ എഴുതിയെടുത്തതാണ്. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ആശയം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡാമിന് ഇപ്പോൾ താൽക്കാലികം ആശ്വാസം എന്ന നിലയിൽ തമിഴ്നാടുമായി കൂടിയാലോചിച്ച്, കോടതി വിധികളും മറ്റേതെല്ലാം അവിടെ നിൽക്കട്ടെ, കോടതി വിധിയൊന്നും നമ്മുടെ ലാസ്റ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ മനുഷ്യൻ്റെ ജീവനെത്തില്ല. കോടതി പറഞ്ഞില്ല എന്ന് പറഞ്ഞത് അവസാന വാക്കാന്ന് പറഞ്ഞ് അവിടെ ഇരുന്നാൽ സംഗതി പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ, തമിഴ്നാടുമായി ഒരു കൂടിയാലോചന ബന്ധപ്പെട്ടവർ നടത്തി ഈ ഡാമിൻ്റെ ഉയരമല്ല, ജലനിരപ്പ് ഏകദേശം പകുതിയാക്കി കുറക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പകുതിയാക്കി കുറക്കുമ്പോൾ ഈ ഡാം എല്ലാവരും പറയുന്നത് ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറയുന്നു. ഡീകമ്മീഷൻ ചെയ്താൽ ഈ വെള്ളം എന്താണ് ചെയ്യുക എന്ന് അവർ പറയുന്നില്ല. ഈ വെള്ളം അപ്പാട് മുഴുവൻ തമിഴ്നാട്ടിലേക്ക് ഒഴുക്കി വിടാൻ അവർ സമ്മതിക്കുമോ? ഒഴുക്കി വിട്ടാൽ അവിടെ എന്തെല്ലാം സംഭവിക്കുമെന്ന് കണ്ടറിയണം. അപ്പോൾ യുക്തിപരമായി ചിന്തിച്ചാൽ, അവരുമായി ആലോചിച്ച്, അവിടുത്തെ എൻജിനീയർമാരെല്ലാം ആലോചിച്ച്, നമ്മുടെ കേരളത്തിലെ എൻജിനീയേഴ്സെല്ലാം ആലോചിച്ച്, എൻജിനീയേഴ്സും സിവിൽ എൻജിനീയേഴ്സ് ആരെല്ലാമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിവുള്ളവർ, അവരെ ഒന്നും എവിടെയും കാണുന്നില്ല. അവസാനം എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് പിന്നെ
പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് എല്ലാവരും പറഞ്ഞു മാധവ് ഗാഡ്ഗിൽ എന്നവർ അന്നേ ജനങ്ങളെ പേടിപ്പിക്കുന്നു എന്നാണ് പറയേണ്ടി വരിക. പക്ഷേങ്കിൽ അയാൾ ആ മുന്നറിയിപ്പുകൾ വകവെക്കാതെ പ്രകൃതിയിൽ നടന്ന കടന്നുകയറ്റത്തിൻ്റെ ഒരു ഇരയാണ് കുറേ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് വേറെ വലിയൊരു ഉദ്ദേശമൊന്നും ഈ വീഡിയോയുടെ പിറകിലില്ല. നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവരുമായി കൂടിയാലോചിച്ച് ഇതിൻ്റെ ജലനിരപ്പ് കുറക്കുവാൻ വേണ്ടുന്ന ഒഴുക്കി വിട്ടാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാണ്ടെങ്കിൽ അവിടുത്തെ എൻജിനീയേഴ്സും എല്ലാം വേണം. അതേപോലെ ഇവിടുത്തെ എൻജിനീയേഴ്സ് എല്ലാം വേണം. അങ്ങനെ ഇതിൻ്റെ നമ്മൾ കള്ളുകുടിക്കുന്ന ആളെ ഒരു സുപ്രഭാതത്തിൽ കള്ളുകുടി നിർത്തിയാൽ എന്തെല്ലാം ഉണ്ടാകുന്ന എൻ്റെ 73 വയസ്സ് ജീവിതത്തിൽ മനസ്സിലാകുന്നു. അതുപോലെ പാടില്ല. പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തോ അറിയില്ല, എല്ലാം കോടതി വിധിയെല്ലാം പോലെ ഇരിക്കട്ടെ. എന്നാലും പറയുന്നത് നമ്മൾ സൗഹൃദത്തിൽ പോകേണ്ട രണ്ട് അയൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വെള്ളം കൊടുക്കുന്നു, അവർ പച്ചക്കറിയും മറ്റും എല്ലാം ഇങ്ങോട്ട് തരുന്നു. അപ്പോൾ സൗഹൃദത്തിൽ പോകേണ്ട. അപ്പോൾ നമ്മുടെ ഒരു പരിപാടി എന്ന് വെച്ചാൽ രണ്ട് മേലക്കിടയിലുള്ള ആളുകൾ ആരാന്ന് വെച്ചാൽ അവരെല്ലാം കൂടിയാലോചിച്ച് ഇതിനൊരു രമ്യമായ പരിഹാരം, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രമ്യമായ പരിഹാരം, ഇതിൻ്റെ ജലനിരപ്പ് നേർപകുതിയായി കുറക്കുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വരുമോ എന്നവരുമായി ചർച്ച ചെയ്യുക. അവർക്ക് നമ്മളെ ജീവനാണ്, നമ്മളെ മാത്രമല്ല നിങ്ങളുടെ ചില ജില്ലകളും ഇതിനെ ബാധിക്കുമെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തില്ല. അറിയാനിട്ടൊന്നുമല്ലല്ലോ, ഇതെന്താ വന്നിട്ട് വെച്ച് കാണാമെന്ന് പറഞ്ഞപ്പോൾ ശരിയല്ലല്ലോ. ഇത് മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. 60 കൊല്ലം മുമ്പേ പറയുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇനി 61ാമത്തെ കൊല്ലം ഒന്നും സംഭവിക്കില്ല, ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അത് വെള്ളത്തിൻ്റെ അടിയിൽ എന്തെല്ലാം നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അന്ന് പറഞ്ഞല്ലോ, എത്രയോ 100 വീട് പറഞ്ഞല്ലോ, എത്രയോ വെള്ളം 110 അടിയിൽ കുറഞ്ഞപ്പോൾ അവിടെ വിള്ളലുകൾ കണ്ടെത്തിയെന്ന് പറയുന്നത്. ഇപ്പോഴും വിള്ളലുടെ വീഡിയോകൾ വരുന്നുണ്ട്. അതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും തോന്നില്ല. അതങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം ശരിയാണ്. കാരണം 50-60 വർഷത്തെ ഗ്യാരണ്ടിയിൽ ഉണ്ടാക്കിയ സ്ഥാപനം ഒരു സ്ഥാപനമല്ല, എന്നാണ് ഒരു അണക്കെട്ട്. അത് ഇപ്പോൾ എത്ര കഴിഞ്ഞിരിക്കുന്നു? 130ാമത്തെ വർഷത്തിലേക്ക് അടുക്കുന്നു. 130ാം പിറന്നാൾ കൊണ്ടുവിടാൻ പോകുകയാണ് ഈ അണക്കെട്ട്. അപ്പോൾ പിന്നെ പരിഗണനയുള്ളത് ഇതിൻ്റെ മുകളിലൊരു കക്കി ഡാമുണ്ട്. ആ ഡാമിലെ വെള്ളം ഇതിനേക്കാൾ അധികം സംഭരണ ശേഷിയുള്ള ഡാമാണെന്ന്, ആ ഡാമിലെ വെള്ളം അവർക്ക് കൊടുത്താൽ അവർക്ക് മതിയല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത്. അതിനെപ്പറ്റി ധാരാളം പഠിച്ചിട്ടുള്ളവർ ചോദിക്കുന്നത്. പക്ഷേങ്കിൽ എപ്പോഴും അവശേഷിക്കുന്നൊരു ചോദ്യം, ഇത്രയും ആഴവും ഉള്ള ഇത്രയും കപ്പാസിറ്റി TMC എന്നെല്ലാം പറഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും എനിക്കറിയില്ല. അത് അത്രയും പ്രഹരശേഷി ഏൽപ്പിക്കാൻ പറ്റിയ TMC ആണിട്ട്. അതിൻ്റെ ഇതെല്ലാം പല അഡ്വക്കറ്റ്സിന് വേണ്ടി പൊരുത്തുന്ന ഒരു അഡ്വക്കറ്റ് അദ്ദേഹം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന് കൂടെ ആവർത്തിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചെയ്താൽ നന്നായിരിക്കുമെന്നൊരു ചെറിയ നിർദ്ദേശം. ഇതിൻ്റെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ജലനിരപ്പ് അവരുമായി കൂടി ആലോചിച്ച് ഒരു തർക്കത്തിന് ഇടവരുത്താതെ ഒരു കേരളീയൻ എന്ന നിലയിൽ, കാരണം ചിലപ്പോൾ കടലോരത്ത് താമസിക്കുന്ന നമ്മളെ ഇത് ബാധിക്കും. നമുക്കും ജീവനിൽ പേടിയുണ്ട്. കാരണം കടലിൻ്റെ സൈഡിലാണ് എൻ്റെ വീട്, കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ നമ്മുടെ വീട്ടിൻ്റെ ബാക്കിട്ട് തോട്ടിലെ വെള്ളം കയറുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം കടൽ വെള്ളം എടുക്കുന്നില്ല. ഇനി ഈ ഒരു വേസ്റ്റും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ജീവൻ്റെ കൂടി ഒരു പേടിയുണ്ട്. നമ്മളെ ജീവൻ പോട്ടെ, 10 പോട്ടെ, ഇതല്ല, നമ്മുടെ അടുത്ത തലമുറയുണ്ട്, അതിൻ്റെ അടുത്ത തലമുറയും കൂടെ വന്നു കഴിഞ്ഞു. അപ്പോൾ അവരെ ജീവിതം ഓർത്തിട്ടാണ് നമ്മൾക്ക് വേവലാതി, അവരുടെ ജീവിതം. അപ്പോൾ എന്തെങ്കിലും വെറുതെ ഇങ്ങനെ
ഇടുക്കി മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇടുക്കി താങ്ങുമെന്ന് പറയുന്ന ആ വാദമൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം മുല്ലപ്പെരിയാറിനും ഇടുക്കിക്കും ഇടയ്ക്ക് മനുഷ്യനൊന്നും ഇല്ലേ? വെറും മൃഗങ്ങളായാലും മൃഗങ്ങളെ കൊന്നാൽ വരെ ചോദിക്കുന്നൊരു നാടായി മാറിയിട്ടുണ്ട് നമ്മുടെ നാട്. മൃഗങ്ങൾ മനുഷ്യനെ കൊന്നോട്ടെ, പക്ഷേ മനുഷ്യൻ അവരെ ഒന്നും ചെയ്താൽ അപ്പോൾ കേസായി ഗുണ്ടാമണ്ടിയായി. ഇതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്? കൈക്കൊള്ളാൻ കാര്യക്കാരനെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് പാടില്ല. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം, സെറ്റിൽ ഔട്ട് ഓഫ് കോർട്ട് എന്നൊരു തീരുമാനമുണ്ടല്ലോ, അത് നമ്മൾ അവരും നമ്മുടെ തലപ്പത്തിരിക്കുന്നവരും അവരുടെ തലപ്പത്തിരിക്കുന്നതെല്ലാം കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി ആ വിവരം കോടതിയെ അറിയിച്ചാൽ ഈ വിവരം സെറ്റിൽഡ് ഔട്ട് ഓഫ് ദി കോർട്ടായി ഭംഗിയായി നടക്കുവാനും അതുവഴി നമ്മുടെ ജലനിരപ്പെല്ലാം കുറച്ച് വേണ്ടുന്ന പുതിയ അണക്കെട്ട് എന്ന് പറയുന്ന കാര്യം പെട്ടെന്ന് നടക്കില്ല എന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഒരു അണക്കെട്ട് എല്ലാം ആയി വരണ്ടെങ്കിൽ ഒരു 10 കൊല്ലമെങ്കിലും ആകുമെന്നാണ് പറയുന്നത്. 10 കൊല്ലത്തിലിടക്ക് അതും എടുക്കേണ്ടെങ്കിൽ അതിനുള്ള പാരിസ്ഥിതിക അനുമതി എന്തെല്ലാം വേണം, അതെല്ലാം കിട്ടട്ടെ. പുതിയ അണക്കെട്ടാണ്, അങ്ങനെയാണ് നടക്കട്ടെ. പക്ഷെ അത് ഒരു സുപ്രഭാതം കൊണ്ട് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അടിയന്തര നടപടി എന്ന നിലയിൽ ജലനിരപ്പ് കുറക്കുക എന്നതാണ് നമ്മുടെ മുൻപിലുള്ള ഏക പോംവഴി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ ഈ ചാനൽ ശശിധരൻസ് വ്ളോഗ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇനിയും ഇത്തരം ജനദ്രോഹപരമായ വീഡിയോ അല്ല, ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഈ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.